വണക്കം 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 മക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ജിം വ്ളോഗാണ്. കഴിഞ്ഞ വീഡിയോയിലെ ഫീഡ്ബാക്കുകൾ കണ്ടിട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. താങ്ക് യു ഗായ്സ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ബാക്കി നമുക്കിനി ജിമ്മിലെത്തിയിട്ട് കാണാം. We came again with another workout video. ഇന്ന് നമുക്ക് ഷോൾഡറാണ് വരുന്നത്. ഞാൻ സാധാരണ ഒരു ദിവസം ഒരു പാർട്ടിനാണ് കളിക്കൽ. അതായത് വീക്ക്ലി 6 days വർക്കൗട്ട് ഉണ്ടാവും, ഒരു ഡേ റെസ്റ്റ് ഡേ. അതായത് സൺഡേ ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ റെസ്റ്റ് ഡേ എടുക്കൽ. പിന്നുള്ളതെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഞാൻ ചെസ്റ്റാണ് പിന്നെ ഫോക്കസ് ചെയ്യൽ, ചൊവ്വാഴ്ച ബൈസെപ്സ്, ബുധനാഴ്ച വിങ്സ്, വ്യാഴാഴ്ച ട്രൈസെപ്സ്, വെള്ളി ഷോൾഡർ, ശനി ലെഗ്. ഈ ഒരു വർക്കൗട്ടിൻ്റെ റൊട്ടീനിലാണ് ഞാൻ കളിക്കൽ. ഇപ്പോൾ നമ്മളെ പുതിയ ജിമ്മിലേക്ക് മാറിയതാണ്. അത് ആ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ വർക്കൗട്ട് ടുഗെദർ. ഇന്ന് ഏതാ കളിക്കുന്നത് നിസാമേ? ബൈസ് പിടിച്ച് ഷോൾഡറിന്. ഹലോ ഗായ്സ്, മക്കളൊക്കെ ഞെട്ടിക്കുക. നമുക്ക് കുറച്ച് വാമപ്പായിട്ട് വർക്കൗട്ട് തുടങ്ങാം. അത് കഴിഞ്ഞില്ലേ ഇത് കാൽമേൽ വെയിറ്റ് ഇട്ടാണല്ലേ, കാൽമേൽ വെയിറ്റ് വെച്ചിട്ട് കാല് മാറിപ്പോയിക്കണ്. ഇയാളെ മൊത്തല്ലേ അന്ന് ബാർബർ ഷോപ്പിൽ പോയതാ. എന്നെ മുഖം ചെയ്താ തെളിക്കണേന്ന്. മുടി ഇട്ടിട്ടാ? പിന്നെ അതൊക്കെ കൊളാജൻ പവറാ. അല്ല, നമ്മളെ വർക്കൗട്ട് ചെയ്താ കളിക്കണേ അവരോട് പറയണ്ടായിനോ? ഫസ്റ്റ് സെറ്റ് ഷോൾഡർ പ്രസ് ആണ്. മൊത്തം ഷോൾഡറിന് നമുക്ക് 6 വർക്കൗട്ടാണ് ഇന്നുണ്ടാവുക. അതിൽ ഫസ്റ്റത്തെ ഷോൾഡർ പ്രസ് ആണ്. ഇപ്പോൾ നിസാം അടിച്ചെടുക്കണേ. അടക്ക് വെയിറ്റ് അടക്ക്. ഞാൻ അടിച്ചു. ബ്ലാക്ക് ഹെഡ്സ് ഒഴിവാക്കണം. പപ്പു ജിമ്മ് ചേരാന്ന് ഒരാഴ്ചയായാലും പറയുന്നത്, എന്താ ചേരാത്ത? ഇത് കൊറേ തിങ്കളാഴ്ചയോ വരുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനത്തെ പിടിക്കാറ്. ഒരുപാട് തിങ്കളാഴ്ചകൾ ജിമ്മിൽ ചേരാൻ വരുന്നത്. അല്ല, നമ്മളിപ്പോ ഇത് വാമപ്പ് സെറ്റ് അടിച്ച് കളി തുടങ്ങിയില്ല. കളി എങ്ങനെയാണെന്നറിയോ? 20-ൻ്റെ 1, 18-ൻ്റെ 1, 15-ൻ്റെ 1, 12-ൻ്റെ 1. ലാസ്റ്റ് വർക്കൗട്ട് ഷോൾഡർ പ്രസ് ആണ് വരുന്നത്. അതിൽ ഒരു വാമിങ് സെറ്റ് നമ്മളിതിപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് വർക്കിംഗ് സെറ്റ് 4 സെറ്റ് കളിക്കാനുണ്ട്. അടുത്ത തിങ്കളാഴ്ച മുതൽ കലിയിലുണ്ടാവും നമ്മളിപ്പോൾ വർക്കൗട്ട്. ലാസ്റ്റ് ഫൈവ് പോട്ടെ. 1 ഒന്നുകൂടി. ഒരു മിനിറ്റ്, പപ്പു ഫോൺ കട്ട് ചെയ്യല്ലേ, ഈ വ്ളോഗിലുണ്ട്. എന്താ എനിക്ക് പിന്നെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്?
ഏതിനോട് പറയാനുള്ള എല്ലാരും കളി കാണാം. എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ തിങ്കളാഴ്ച ഇനി എന്താ വരുന്നേന്നുള്ളത് പറഞ്ഞു കൊടുക്കണല്ലോർക്ക്. നമ്മൾ തിങ്കളാഴ്ച ജോലി ചെയ്യും. ഏത് തിങ്കളാഴ്ച? പിന്നെ ഒരു കൂട്ടം കളയാം. എല്ലാ മാസവും തിങ്കളാഴ്ച ഉണ്ടല്ലോ എന്നാ? എല്ലാ മാസവും തിങ്കളാഴ്ച ഉണ്ട്. എല്ലാ മാസം 1-ാം തീയതി 1-ാം തീയതി നമ്മൾ പറയില്ല. 1-ാം തീയതി മാറ്റി നമ്മൾ തിങ്കളാഴ്ച ആക്കി. അടുത്ത തിങ്കളാഴ്ച തൊട്ട് കാണാന്ന് പറയും. അതെ, അടുത്ത തിങ്കളാഴ്ച മുതൽ ഷോർട്ട്ലി. ഓക്കെ ബൈ. ഞാൻ നിക്കാം. പോട്ടെ. 5 6 മെല്ലടി 7 പോട്ടെ. 8 9 10 ലാസ്റ്റ് പോട്ടെ. 1 2 ഒന്നും കൂടി 1. எப்படி இருக்கு செல்லோ? പിടിക്കണ്ട, ജസ്റ്റ് നിന്നോ. 1 7 8 9 10 1 last one. അടുത്ത നമുക്ക് വരുന്ന വർക്കൗട്ട് കോമ്പിനേഷനാ. പിന്നെ സൈഡ് ലാറ്ററും ഫ്രണ്ട് റൈസും ഒപ്പരല്ലേ, അതും ഫ്രണ്ട് റൈസും. ഇരുന്നിട്ടാ കളിയിൽ ചെറിയൊരു തിരുത്തുണ്ട് ഇന്നിപ്പോൾ. സൈഡ് ലാറ്റർ പ്ലസ് ഫ്രണ്ടാ. ലാറ്ററൈസ് ചെയ്യും. അടുക്ക് അടിച്ച് കാണിച്ചു കൊടുക്കും. ഫ്രണ്ടിക്ക് മുട്ടിച്ചടി. ഇത് 5 6 പോട്ടെ 8 പോട്ടെ 9 10 പോട്ടെ 1 2 3 4 last one 5 ഇത് 15ന്റെ 3 ടൈം പറഞ്ഞ് 1 2 തോള് കടിച്ചിലെടുക്കണത് അടി. ആയില്ല, 12 ആയിട്ടേ ബാക്കി കളിക്കണോ? അടിച്ചോ. 1 2 3 പോട്ടെ 3 ലാസ്റ്റ് അടി. 1 ഫ്രണ്ട് 1 10 1 2 3 4 5 അടുത്ത നമുക്ക് വരുന്ന വർക്കൗട്ട് പെക്ടക്കാണ്. പെക്ടക്ക് 3 സെറ്റ്സ് ടിൽ ഫെയിലിയർ. അതാണ് ചെയ്യാൻ പോകുന്നത്. 1 2 3 വെയിറ്റ് കുറവ് അല്ല. ആകെ പോ. ഇനി എന്ത് പറയണേ?
Last one. Eleven. Two more. Two. ഒറ്റ കൂടി അടുത്ത നമുക്ക് വരുന്നത് ബെൻഡ് ഓവർ ലാട്രൈസ്. ബെൻഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം അവിടെ അവിടെ ആ സീറ്റഡ് ബെൻഡ് ഓവർ ലാട്രൈസ്. കൊച്ചി ഇതിനെ നമുക്ക് ഈ പെരുന്നാളിനൊക്കെ റെഡിയാക്കാൻ പോകും. ഇതാരാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലേ? മലയാളി മലയാളി പ്രിന്റുള്ള വാങ്ങിയാലോ? അതാ നമുക്ക് വേറെ പരിപാടിക്ക് ഉപയോഗിക്കുക. ഇതുപോലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്താൽ ഷോൾഡർ ഉണ്ടാക്കാം. ഇനി അപ്പറേറ്റർ ജെഡ് ബാർ ഇത് ആ യെസ്. We are winding up our shoulder workout with shrug. Shrug 3 sets till failure. 1 ഇടുവാ പ്രേക്ഷകരോട് ഹായ് പറയും. ഇടുവാ ഇത് ക്യാമറയുടെ ബാക്കിലാണ് ആദ്യം ഉണ്ടാവല്. കിലിയിൽ അടുത്ത മാസം 1-ാം തീയതി നമ്മൾ ഉരുളിയക്കാരിപ്പായല്ലാണ് നടക്കും. ആനിവേഴ്സറിയാണ് ബോഡി ബിൽഡിങ്ങിന്റെ. നീ എടുക്കൂ? ഞാനില്ല. ഓഗസ്റ്റ് അങ്ങനല്ല പറയാ. അങ്ങനെ നമുക്ക് പോയി കൊല്ലാവൂലേ? നമ്മൾ ചെയ്യും. ഓഗസ്റ്റ് 1. ആഹാ ക്ലാസ്. വലിയ മിറർ വരുന്നുണ്ടല്ലോ. എല്ലാവരോടും ആശീർവാദം നേടുന്നു എന്നൊക്കെ. ബാക്കോട്ട് എൻഗേജ് ആക്കി ഫുൾ താഴെ ഇറക്ക്. If you want shoulder like this, work out like this. Oh. കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അല്ലേ വേണ്ട 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 അത് വേണ്ട വേണ്ട. ഇവിടെ ചോദിക്കട്ടെ, ഇത് കാലോ കയ്യോ എന്നുള്ള നിങ്ങൾ എന്നെ നോക്കണം. ഓ മുക്കാല് ഇത് കയ്യാ, ഇത് ചെറുതാ. വർക്കൗട്ടിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? Bye. കാലും കയ്യൊക്കെ ആവും. So our shoulder day come to an end. Bye. Comment on your thoughts. See you later guys. ഒരുപാട് ആൾക്കാരെ പരാതിയായി വർത്താൻ പറയുന്ന കേൾക്കണില്ല, നിങ്ങൾ എന്താ പറയുന്നത് മനസ്സിലാവണില്ല എന്നുള്ളൊക്കെ. ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചിരിക്കണ്. നമ്മൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണ്. പിന്നെ ഇതുപോലത്തെ
നല്ല നല്ല വർക്കൗട്ട് വീഡിയോകൾ എല്ലാം ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ വിൽ കം സൂൺ. വേറെ അടുത്ത ട്രിപ്പ് പോകുമ്പോട്ട് വേറെ വീഡിയോ വരും. നിങ്ങളൊക്കെ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യൂ, ഞങ്ങൾ കേൾക്കട്ടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, നമ്മൾ പോകാൻ പോകുന്നു ഗേസ് BMW ഡെലിവറി. BMW നമ്മള് വാശിന് കൊടുത്താണ്. അതെ അതെ അതെ, നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. നിങ്ങൾ വണ്ടീന്റെ റിവ്യൂല് കാണാം. കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിസാം ഒരു കല്യാണത്തിനുണ്ടായി ഒരു 5000 രൂപന്റെ പണിയുമ്പോ ഭാര്യ വണ്ടി ഓട്ടി പഠിച്ചത്. അതെ അതെ പരിപാടി അന്ന് തന്നെ. അന്നാണ് ബമ്പർ തട്ടിയത്. അതെ കണ്ണാൻ പൊട്ടിക്കോ. അങ്ങനെ ആ പൈസ ഞാൻ മുടക്കി. ഇനിയിപ്പോ നാളെ നിസാമിന് വണ്ടിയാണെന്ന് പറഞ്ഞിരിക്കണേ. എന്നെ കൊണ്ട് ആദ്യം പേപ്പറിൽ എഴുതി ഒപ്പിട്ടിരണം. ഇവിടെ അല്ല 10 മൈൽ അല്ല, പോലീസിന് കൊടുത്താ. ആട് കുറിച്ച് സംസാരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഗോയിങ് ടു ഇന്നത്തെ വർക്കൗട്ട് നമ്മള് ഷോൾഡർ ആൻഡ് ചെസ്റ്റ്. ആണോ? റംഷാദ് എന്നെ കൊല്ലും. ആണോ? എന്നെ ഒന്ന് ഞങ്ങള് വിചാരിച്ച പോലെ ഒന്ന് ബ്രോയിലർ പോയി ഓൾറെഡി ഞാൻ സൈസ് ആണല്ലോ. ഇനിയിപ്പോ സൈസ് ആയ പ്രശ്നം. ഇനി മുന്നോട്ട് നല്ല ക്വാളിറ്റി ഉള്ള വർക്കൗട്ട് വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ അതെ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പിന്നെ വരും വരായ്മകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങള് അതെ അത്രേ ഉള്ളൂ. പോളിഷ് ചെയ്ത് കഴിഞ്ഞെടുക്കുക. എല്ലാ ആഴ്ചയും പോളിഷ് ചെയ്ത് കൊണ്ട് പോളിഷ് ചെയ്തിട്ട് എടുക്കാൻ വന്നു. ഇക്ക് ഇത് എപ്പോഴാണ് കിട്ടാന്ന് പറഞ്ഞേ? പിന്നെന്തേനും നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നേ? ഇയാളെ വണ്ടി കേസ് തീരൂല. ഇപ്പൊ വണ്ടി മേല് പെയിന്റ് അടിച്ച് തീർത്തിക്കണ്. വണ്ടി വാങ്ങിയതിനേക്കാൾ ആദ്യം പൈസ വണ്ടി പെയിന്റ് അടിച്ചിക്കണ്. നമ്മള് വല്ല പോയാലോ? പോവാ പോര്. വല്ലാത്തൊരു മൂന്നിനെ ഇനി പറഞ്ഞു കൊടുത്തോളൂ.